ഇവിടെ വർഷത്തിൽ 1 2 തവണ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത്. കാരണം അതിനോട് അത്ര വലിയ പ്രിയമൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എക്സ്ട്രാ വെജിറ്റബിൾസ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് കടലക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കടല എടുത്തിട്ട് ഞാൻ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കൊഴുപ്പൊക്കെ കിട്ടുമല്ലോ, അതിനായിട്ടാണ്. ഇവിടെ തേങ്ങയ്ക്ക് വില കൂടുമ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ കടലക്കറി വെക്കുന്നത്. ഇവിടെ ഉപ്പുമാവിനും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് കറി, ചിക്കൻ കറി, എഗ് കറി അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെയാണ്. അപ്പോൾ തലേന്ന് ഞാൻ കുറച്ച് ഫിഷ് കറി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എനിക്ക് ഇന്ന് വലിയ കാര്യമായിട്ട് ലഞ്ചിനുള്ള കറികളൊന്നും ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഫിഷ് കറി ഉണ്ടായിരുന്നു, ക്യാരറ്റ് തോരനും ഉണ്ടായിരുന്നു. ഇതൊക്കെ തലേന്നത്തെ ബാലൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് ഫ്രൈ മാത്രമാണ് ഉണ്ടാക്കി വെച്ചത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട് വരെ ഒന്ന് പോവാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം, അത്രേ ദൂരമേ ഉള്ളൂ. അപ്പോൾ പോണ വഴിക്കുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിന് ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ. സൈഡിലൊരു കനാലൊക്കെ ഉണ്ട്, നല്ല രസമാണ് ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട്. അങ്ങനെ വീട്ടിലെത്തിക്കുമ്പോൾ നാരങ്ങ എടുക്കണോ ചായ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അവസാനം നാരങ്ങ തന്നെ എടുത്തു. ചെറിയൊരു സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.